കൊല്ലത്തെ ഇത്തവണയും തിളക്കമാർന്ന വിജയമാണ് NK പ്രേമചന്ദ്രൻ സ്വന്തമാക്കിയത്. 1,50,302 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥി മുകേഷിനെ പ്രേമചന്ദ്രൻ പരാജയപ്പെടുത്തിയത്. 7 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രേമചന്ദ്രൻ ലീഡ് നിലനിർത്തി. BJPയുടെ G കൃഷ്ണകുമാർ 1,60,000 വോട്ട് നേടി. ദിലീപ് ദേവസ്യാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ദിലീപ്, കൊല്ലത്തെ സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യം തന്നെയായിരുന്നു UDFന്റെ ലീഡ്. വോട്ട് നില ഉയരും എന്നതിൽ ഇത് ഹാട്രിക് വിജയമാണ് പ്രേമചന്ദ്രൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ആര്യ ബിനിൽ, ആദ്യം പറയട്ടെ, ഈ മണ്ഡലം കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ MP-യും MLA-യും ഏറ്റുമുട്ടിയ ഒരു മണ്ഡലം കൂടിയായിരുന്നു. മാത്രമല്ല ഇത് CPM-ന്റെ അഭിമാന മണ്ഡലമായി കണ്ടിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കാരണം ഇത് CPM എങ്ങനെയെങ്കിലും ഈ മണ്ഡലം പ്രേമചന്ദ്രനിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഈ തിരഞ്ഞെടുപ്പിനുണ്ടായിരുന്നു. നേരത്തെ MA ബേബിയും അതുപോലെ തന്നെ KN ബാലഗോപാലും എല്ലാം മത്സരിച്ച് തോറ്റെടുത്ത് ഇനി ആരെ ഇറക്കും, മത്സരിച്ച് ആരെ ഇറക്കും, എങ്ങനെ ജയിക്കാൻ പറ്റുമെന്നുള്ള ഒരു ചോദ്യം ഉണ്ടായപ്പോഴാണ് മുകേഷിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത ഒരു വ്യക്തി എന്ന നിലയിൽ, കൊല്ലത്തെ MLA എന്ന നിലയിൽ മുകേഷിനെ ഇറക്കുന്നു. മുകേഷിനെ എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തിന് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും യൂത്തിൻ്റെ എല്ലാവരുടെയും വോട്ട് ലഭിക്കുമെന്നുള്ള ഒരു ധാരണ CPM-നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ട് ഹാട്രിക് വിജയമാണ് ഇപ്പോൾ NK പ്രേമചന്ദ്രൻ നേടിയിരിക്കുന്നത്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നടക്കം വലിയ ഭൂരിപക്ഷമാണ് ഇപ്പോൾ പ്രേമചന്ദ്രന് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ മുകേഷിനെ കുറിച്ച് പറയുമ്പോൾ മുകേഷിൻ്റെ മണ്ഡലമായ കൊല്ലം മണ്ഡലത്തിൽ പോലും 23,000 വോട്ടുകൾക്ക് പ്രേമചന്ദ്രൻ ലീഡ് ചെയ്തിരിക്കുന്നു. മുകേഷിൻ്റെ പട്ടത്താനം സ്കൂളിൽ, അതായത് മുകേഷിൻ്റെ വോട്ട് ചെയ്ത പട്ടത്താനം സ്കൂളിലെ മുകേഷിനെ 3-ാം സ്ഥാനത്താക്കിക്കൊണ്ട് അവിടെ 142 വോട്ടുകൾക്ക് പ്രേമചന്ദ്രൻ ലീഡ് ചെയ്യുന്നു. അങ്ങനെ വലിയ നേട്ടം കൊയ്തിട്ടാണ് ഈ പ്രേമചന്ദ്രൻ ഇവിടെ 3ാമതും കൊടി പ്രാപിച്ചത്. പ്രേമചന്ദ്രൻ ഈ കാര്യത്തെക്കുറിച്ച് തിളക്കമാർന്ന വിജയമാണ്. ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ CPM ശ്രമിച്ചു. അതൊന്നും ഇവിടെ AC-ഇല്ല, ജനങ്ങൾക്ക് തന്നെ അറിയാം, തനിക്കുള്ള വിജയം നൽകിയിട്ടുണ്ട് എന്ന് പ്രേമചന്ദ്രൻ പറയുകയും ചെയ്തു. കൂടാതെ കൃഷ്ണകുമാറിനെ കുറിച്ച് പറയുകയാണ്. BJP-യിൽ കൃഷ്ണകുമാർ നേരത്തെ 1,03,000 വോട്ടുകളിൽ നിന്ന് 1,60,000 വോട്ടുകളിലേക്കുള്ള വോട്ട് ഉയർത്താൻ കൃഷ്ണകുമാറിന് കഴിഞ്ഞു. ചാത്തന്നൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ കൃഷ്ണകുമാറിനാണ് വോട്ടിംഗ് കൂടുതലുണ്ടായത്. അത്തരത്തിൽ കൃഷ്ണകുമാറും ഇവിടെ വോട്ട് കൂടുതൽ നേടിയിരിക്കുന്നു. എവിടെയാണ് CPM-ന് LDF-ന് പിഴച്ചതെന്നുള്ള കാര്യത്തിൽ അവർ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നേരത്തെ തന്നെ വിലയിരുത്തിയത് വലിയ തോതിലുള്ള വോട്ട് ലഭിക്കും. അക്കാര്യത്തിൽ പ്രേമചന്ദ്രൻ അടക്കം പറഞ്ഞത് ഭൂരിപക്ഷം അല്പം കുറഞ്ഞാലും വിജയമുണ്ടാകുമെന്നായിരുന്നു പ്രേമചന്ദ്രൻ പറഞ്ഞത്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഭൂരിപക്ഷവും കൂടി, അതായത് പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ എല്ലാം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും വിജയം പ്രേമചന്ദ്രനൊപ്പം തന്നെയായിരുന്നു. അത് എവിടെയാണ് LDF-ന് പിഴച്ചതെന്ന കാര്യങ്ങൾ LDF ഇനി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം എല്ലാ സ്ഥലങ്ങളിലും മുകേഷിന് ഒരു മേൽക്കോയ്മ ഉണ്ടായിരുന്നു. മുകേഷ് ആയിരുന്നു പ്രചരണത്തിലും എല്ലാം തന്നെ മുന്നിലിട്ട് ഓരോ സ്ഥലങ്ങളിലും പാർട്ടിയടക്കം എല്ലാ ഇടങ്ങളിലും ചെന്ന് എല്ലാവരെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച സ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ, ഫലം വന്നപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് പരാജയമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ ഇനി പാർട്ടി വിലയിരുത്തേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രേമചന്ദ്രൻ പറഞ്ഞത് ജനങ്ങളുടെ ഇടയിലേക്ക് ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതെവിടെയും എത്താതെ പോയി. അതിൽ ജനങ്ങൾ ജനങ്ങൾ നൽകിയ തൻ്റെ വിജയം 3ാമതുള്ള വിജയമായിട്ട് പ്രേമചന്ദ്രൻ ഇപ്പോഴും വിന്നിക്കൊടി പാറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ബിനില, വ്യക്തമാണ്. ദിലീപ് ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.